എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞു വീഡിയോയിലേക്ക് വലിയൊരു സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരുപാട് ഉപകാരപ്രദമാക്കുന്ന കുറേ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അന്നേരം നരച്ച മുടി കറുപ്പിക്കുക, അതുപോലെ തന്നെ താരന്, തലയോട്ടിയിലുണ്ടാകുന്ന ചൊറിച്ചിൽ, അകാലനര വരാതിരിക്കാനും ഏത് പ്രായക്കാർക്കും സമൃദ്ധമായിട്ട് മുടി വളരാനും പറ്റുന്ന, കറുപ്പോടെ കരുത്തോടു കൂടി വളരാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം, നമ്മളൊരു ഒരാഴ്ചയ്ക്ക് മുന്നേ ഒരു ഹെയർ ഓയിൽ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തിയിരുന്നു. ആ ഒരു ഹെയർ ഓയിലിന് കിട്ടിയ റിസൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നതിലപ്പുറമാണ് കേട്ടോ. അത് ഒരുപാട് പേര് നാച്ചുറലായിട്ടുള്ള ചേരുവകൾ ചേർത്തിട്ടുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതിനുള്ളൊരു വലിയൊരു തെളിവാണ്. കമൻറ്റിലൂടെ നിങ്ങൾ പറഞ്ഞ പ്രകാരം നമ്മൾ ആ ഒരു ഓയിൽ തയ്യാറാക്കി നിങ്ങളെ പരിചയപ്പെടുത്തി. നല്ല റിസൾട്ടായിരുന്നു, ഒരുപാട് പേര് വാങ്ങി. ആ ഒരു ഹെയർ ഓയിൽ വേണ്ടവർ നേരത്തെ കാണിച്ച വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാം കേട്ടോ. അന്നേരം ഒരുപാട് ചേരുവകൾ ചേർത്തിട്ടുള്ളതാണ്. അന്നേരം വീണ്ടും ഒരുപാട് പേര് അതിലൂടെ സംസാരിക്കും, വാട്സപ്പിലൂടെയൊക്കെ നമ്മളോട് പറയുന്നൊരു കാര്യം നാച്ചുറൽ ആയിട്ടുള്ള ഷാമ്പു അല്ലെങ്കിൽ ഷാമ്പൂവിൻ്റെ പൊടി, അതൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകാം. നരച്ച മുടിയെ കറുപ്പിക്കുക എന്ന് പറയുന്നത് നമുക്ക് വീട്ടിൽ കുറച്ച് കാര്യങ്ങളൊന്ന് ചെയ്താൽ മതി കേട്ടോ. അന്നേരം നമ്മളിവിടെ ഈ അത്യാവശ്യം നല്ല തുരുമ്പ് പിടിച്ചൊരു ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി എടുക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മൾ ശുദ്ധമായിട്ടുള്ള മഞ്ഞൾപ്പൊടി, നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന മഞ്ഞൾപ്പൊടിയല്ല, നമ്മുടെ വീട്ടിലുള്ള മഞ്ഞൾപ്പൊടി തന്നെ 1-2 സ്പൂണ് എടുക്കാവുന്നതാണ് നമ്മുടെ മുടിയുടെ അനുസരിച്ച്. എന്നിട്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് വെച്ചാൽ ഗ്രാമ്പു ആണ് കേട്ടോ. ഒരു 3-4 എടുത്തിട്ട് ഒന്നൊന്ന് ചൂടാക്കുക. ഒന്ന് ചൂടായി വരുമ്പോഴും തന്നെ ചെറുതായിട്ടൊന്ന് കട്ടയാവും, എന്ന് വെച്ചാൽ തീ പിടിക്കുന്ന പോലെ ആവും കേട്ടോ. അതൊന്ന് ആറിയതിന് ശേഷം അതിലേക്ക് നമ്മൾ അനാർക്കലിയുടെ ഹെയർ ഓയിലാണ്, ഈ ഒരു ഹെയർ ഓയിലാണ് വീടിൻ്റെ തുടക്കവും കാണിച്ചിരിക്കുന്നത്. അത് നമ്മൾ ഒഴിച്ചിട്ട് ഒരു രാത്രി മുഴുവൻ വെക്കുക, അല്ലെങ്കിൽ ആ ഒരു ചൂടൊന്ന് ആറിയതിന് ശേഷം നമുക്ക് തലയോട്ടിലും തലമുടിയിലും തേച്ച് കൊടുക്കുക, സാധാരണ ഓയിലും ചെയ്യുന്ന പോലെ. ഈ അനാർക്കലി ചേർത്തിരിക്കുന്ന ചേരുവകളെല്ലാം നമ്മുടെ ആയുർവേദം അങ്ങാടിക്കടയിൽ നിന്നും, അങ്ങനെ ആയുർവേദം മാത്രം കിട്ടുന്ന കടകളിൽ നമ്മൾ പറഞ്ഞ് വാങ്ങിച്ച് ചെയ്യിപ്പിക്കുന്നതാണ് കേട്ടോ. ദന്തപാല, വെള്ളച്ചന്ദനം, അങ്ങനെ ഒരുപാട് ചേരുവകൾ നമ്മളതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോകൾ ഇതിന് മുമ്പുള്ള വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തലയോട്ടിയിലുണ്ടാവുന്ന ഏത് തരത്തിലുള്ള ഇൻഫെക്ഷനും താരനും മാറി നല്ല ഉറക്കം കിട്ടാൻ, മുടി പെട്ടെന്ന് വളർന്നു വരാൻ, നരച്ച മുടിയെ കറുപ്പിക്കാൻ, അങ്ങനെയൊക്കെ തുടങ്ങി ഏത് പ്രായക്കാർക്കും ഇടതൂർന്ന് വളരാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ആ ഒരു ഹെയർ ഓയിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. നമ്മൾ ഒറ്റയടിക്ക് നല്ല റിസൾട്ട് കിട്ടുമെന്ന് നമ്മൾ ഭംഗിവാക്ക് പറയുന്നില്ല. ഒരു ഹെയർ ഓയിൽ എന്ന് പറയുമ്പം കുറഞ്ഞതൊരു 3-4 ആഴ്ച നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുക, എന്നാൽ മാത്രമേ അതിൻ്റെ കറക്റ്റ് റിസൾട്ട് കിട്ടത്തുള്ളൂ. നമ്മളിപ്പം അനാർക്കലി എണ്ണ ഒഴിച്ച് മഞ്ഞൾപ്പൊടിയും ഗ്രാമ്പൂവും കൂടെ ചേർത്ത ആ ഒരു ഓയിൽ തലയോട്ടിലും തലമുടിയിലും തേച്ച് കൊടുക്കുക. അത് നല്ലൊരു ഹെയർ ഡൈ ആണ് കേട്ടോ. ഇനി നമ്മൾ തയ്യാറാക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെല്ലാം ഈ ഒരു ഹെയർ ഓയിൽ പോലെ തന്നെ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ് നാച്ചുറലായിട്ടുള്ള ഷാമ്പു. പല രീതിയിൽ നമ്മൾ ഷാമ്പു തയ്യാറാക്കിയിട്ടുണ്ട്. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ചേരുവകളാണ് കേട്ടോ. ഇത് നമ്മൾ അങ്ങാടിക്കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ചേരുവകളാണ്. സോപ്പിനെട്ട് അല്ലെങ്കിൽ സോപ്പും കായ എന്നൊക്കെ പറയാറുണ്ട്. ഇത് നമുക്ക് എല്ലാ അങ്ങാടിക്കടയിലും സുലഭമായിട്ട് കിട്ടുന്നതാണ്. ഒരുപാട് പൈസയൊന്നുമില്ല, കെമിക്കൽ ഇല്ലാണ്ടുള്ള കാര്യങ്ങൾ. അത് നമ്മൾ ഓരോ വീഡിയോ ഇടുമ്പോഴും അതിൻ്റെ ഇടയിൽ വരുന്ന കമൻറ്റ്, അല്ലെങ്കിൽ നമുക്ക് എണ്ണ ഓർഡർ ചെയ്യുന്നവരുടേതായിട്ടുള്ള അവർ പറയുന്നതൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് എല്ലാവർക്കും നാച്ചുറലായിട്ടുള്ള ചേരുവകളാണ് ഇഷ്ടം. അന്നേരം ഷാമ്പൂ എന്ന് പറയുമ്പോൾ നന്നായിട്ട് തലമുടിയിൽ അഴുക്ക് പോകണം, താരം മാറണം, അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും കൂടെ നല്ലൊരിത്, കെമിക്കൽ ചേരരുത്, മുടി പൊഴിയരുത്. ഇതിനകത്ത് നമ്മൾ ചേർത്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഫ്ലാറ്റ് സീഡ്, നമ്മുടെ ഉണക്ക നെല്ലിക്ക, അതിൻ്റെ കൂട്ടത്തിൽ ഗ്രാമ്പു, സോപ്പിനിട്ട് ഞാൻ ഇതെല്ലാം കൂടെ ഒന്ന് കഴുകി ഒരു അരിപ്പി വെച്ച് അരിച്ചിട്ടാണ് ഇട്ടത്. എന്നിട്ട് ചെറുതായിട്ടൊന്ന് കുതിർന്നിട്ടുണ്ട്. അന്നേരം തന്നെ ആ സോപ്പിനിട്ട് അതിൻ്റെ തോലിനാണല്ലോ നല്ല പത കിട്ടണത്. അതിൻ്റെ ആ ഒരു സീഡിൽ നിന്ന് വേർതിരിച്ചിട്ട് നമ്മൾ ഇതുപോലെ കൈകൊണ്ട് തിരുമ്പുമ്പം തന്നെ നല്ലപോലെ പത വരും. നന്നായിട്ട് നമുക്കിപ്പോൾ ഇത് ഇന്ന് തന്നെ ഉപയോഗിക്കാനാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ സോപ്പിനിട്ട് നമ്മൾ വെറുതെ ഇങ്ങനെ വെള്ളത്തിൽ കലക്കി ആ പതയിൽ നമുക്ക് തല കഴുകാവുന്നതാണ്. പക്ഷേ ഇത് നമ്മൾ ഒരാഴ്ചത്തേന് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഷാമ്പു ആണ് തയ്യാറാക്കുന്നത്. അതിലേക്ക് നമ്മൾ കരിഞ്ജീരകം ചേർക്കുന്നുണ്ട്, ഉലുവ ചേർക്കുന്നുണ്ട്. നമുക്ക് മെയിനായിട്ട് നല്ല രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് നാച്ചുറലായിട്ടുള്ള ഷാമ്പു നിങ്ങളിലോട്ട് എത്തിക്കണം എന്നുള്ളത്. നമ്മളത് എത്തിക്കും, ഇന്നല്ലെങ്കിൽ നാളെ അത് എത്തിക്കും, ഹെയർ ഓയിൽ പോലെ തന്നെ. അത് ഒരുപാട് പേര് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ വീഡിയോകൾ ചെയ്യുമ്പോൾ ചെയ്ത് നോക്കി നല്ലതാണ്, റിസൾട്ട് കിട്ടി എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് സന്തോഷം. നമ്മളൊരു ഫംഗ്ഷനൊക്കെ പോകുന്നതിന് തലേന്നായിട്ട് നമ്മളിപ്പോൾ ബ്യൂട്ടി പാർലറിൽ പോയി നമ്മുടെ കുറച്ച് മുടിയേ കാണത്തുള്ളൂ. നമ്മൾ സാധാരണ പറയുമ്പോൾ 4-3-7 മുടിയേ ഉള്ളൂ, ഇതുകൊണ്ട് എന്ത് ചെയ്യാനാണെന്ന് പലരും വിഷമത്തോടു കൂടി കമൻറ്റിലൂടെയും നേരിട്ടൊക്കെ ചോദിക്കാറുണ്ട്.
അന്ന് നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ ഇതിന് മുമ്പ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചെമ്പരത്തി പൂവ്, ചെമ്പരത്തിയുടെ ഇല, അതിനോടത്ത് ഞവര ഇല, വേണമെങ്കിൽ തുളസി ഇലയും കൂടെ ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടെ കൈകൊണ്ട് നല്ലപോലെ തിരുമ്മിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഒരു ഫംഗ്ഷനൊക്കെ പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ മുടി കുറച്ചൊന്ന് നമുക്ക് കെട്ടിവെക്കാൻ പാകത്തിൽ, അത്ര പോലും ഇല്ലാതെ ഒരുപാട് പേർക്ക് ഒരു കോൺഫിഡൻസ് ലെവൽ തന്നെ പോകുന്നൊരവസ്ഥ നമ്മളോട് പറയാറുണ്ട്. അയ്യോ എന്താണ് ചെയ്യേണ്ടത്, ഇത് കറക്റ്റല്ലേ, ഇത് ചെയ്താൽ ശരിയാവോ, ചെയ്ത് നോക്കിയിട്ട് പറ, ചെയ്ത് നോക്കി നല്ലതാണെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമാണ്. നമ്മൾ ഈ ഒരു ഷാമ്പൂ എന്ന് പറയുമ്പം നമ്മൾ സാധാ ഷാമ്പൂ ഇടുമ്പോൾ തലമുടിക്ക് കുറച്ച് ഉള്ളു തോന്നിക്കും. പക്ഷേ ഇത് നമുക്ക് പിടിക്കുമ്പോഴാണെങ്കിലും നമ്മൾ സ്ഥിരമായിട്ട് നമ്മുടെ തലമുടിയിൽ യൂസ് ചെയ്യുമ്പോഴാണെങ്കിലും നല്ല മാറ്റം നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളത് 100% ഉറപ്പാണ് കേട്ടോ. ഒറ്റ യൂസിൽ ഇതിപ്പം ഒരു ദിവസത്തിൽ ഇന്ന് തന്നെ എടുക്കുകയാണെങ്കിൽ നമ്മളിത് ആവശ്യമില്ല, നമ്മളിതുപോലെ നമുക്ക് തലയിൽ തേക്കാവുന്നതാണ്. പിന്നെ പ്രത്യേകിച്ച് കരിഞ്ജീരകം ഉലുവയൊക്കെ തേക്കുന്നതുകൊണ്ട് തലേന്ന് അത് വെള്ളത്തിലിട്ട് ചെയ്യണമെന്നേ ഉള്ളൂ. ഇതിപ്പോൾ നമ്മൾ നല്ലപോലെ തിളപ്പിച്ച് അതിൻ്റെ മാക്സിമം സത്ത് ഇറക്കണം. നമ്മളല്ലെങ്കിൽ 1 കപ്പ് വെള്ളമെന്ന് വെച്ചാൽ 1/2 കപ്പ്. നമ്മളിത് ഒരുപാട് തിക്കാക്കുന്നത്, പ്രത്യേകിച്ച് ഫ്ലാറ്റ് സീഡുണ്ട്, ഓരോന്നിനും ഓരോ ഗുണങ്ങളുള്ളതാണ് കേട്ടോ. ഒരിക്കലും നമ്മൾ എടുക്കുന്ന ചേരുവകൾ നിങ്ങൾ നേരെ ഗൂഗിളിലൊന്ന് എടുത്ത് നോക്കുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മൾ അതിനെ സെലക്ട് ചെയ്തത്, അത് എത്രത്തോളം നമ്മുടെ തലമുടിയിൽ അല്ലെങ്കിൽ നമ്മുടെ തലയോട്ടിക്ക് മുടി വളർത്താൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യമാണെന്നൊക്കെ മനസ്സിലാവും. അന്നേരം ഇത് നല്ലപോലെ തിളച്ച് ഒന്ന് ചെറുതായിട്ട് വറ്റിയിട്ടുണ്ട്. ഞാൻ ഒരുപാട് അങ്ങ് കുറുക്കി എടുത്തിട്ടില്ല. എന്നിട്ട് ഇത് ഗ്യാസ് ഓഫ് ചെയ്ത് നല്ലപോലെ ഒന്ന് തണുത്ത് വരട്ടെ. ഇങ്ങനെ തിളപ്പിച്ച് ആറ്റി വെക്കുന്ന കാര്യം നമ്മൾ തണുത്തതിന് ശേഷം മാത്രം തലയിൽ തേക്കാം. ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് ഒരാഴ്ചത്തിന് വരെയും ഇത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ. പച്ചയ്ക്കാണെങ്കിൽ അത് നമ്മൾ പറയില്ല, അന്നേരം തന്നെ ഉപയോഗിച്ച് എടുക്കുന്നതാണ് നല്ലത്. അന്നേരം നമ്മളിതുപോലെ തണുത്തതിന് ശേഷം കൈകൊണ്ട് തിരുമ്മിയെടുക്കാം. ഈ ഒരു ഷാമ്പൂ എന്ന് പറയുമ്പോൾ നല്ല റിസൾട്ട് കിട്ടും. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, തലയോട്ടിലും തലമുടിയിലും തേച്ച് കൊടുത്തിട്ട് ഇതിനകത്ത് നമ്മൾ ഇതിന് മുമ്പൊക്കെ ശിക്കക്കായ് പൗഡർ വാങ്ങിക്കാൻ കിട്ടും, അല്ലെങ്കിൽ ശിക്കക്കായ് കിട്ടും. അതിന് ഭയങ്കര റിസൾട്ടാണ്. നമ്മൾ എടുക്കുന്ന എല്ലാ ചേരുവകളും അത്ര റിസൾട്ട് കിട്ടുന്നതാണ്. എന്നിട്ട് ഇത് നമ്മൾ തലയോട്ടിലും തലമുടിയിലും തേച്ചിട്ട് ഒരുപാട് ഡ്രൈ ആവുന്നതിന് മുമ്പ് സാധാരണ നമ്മൾ നോർമൽ ഷാമ്പൂ കഴുകിക്കളയത്തില്ല, അതേപോലെ അങ്ങ് മാറ്റിയാൽ മതി. ഇതിന് പ്രത്യേകിച്ച് മണമൊന്നുമില്ല, ഒരു ഇതുമില്ല കേട്ടോ. മണം വേണമെങ്കിൽ നിങ്ങൾക്ക് 1-2 ഡ്രോപ്പ് ഷാമ്പൂ ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ റോസ്മേരി ലീവ്സ് കിട്ടുമെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ അതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ വേറൊരു നല്ല മണമായിരിക്കും തലമുടിക്ക്, റോസ്മേരിയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ. ഇതിപ്പോൾ സിമ്പിളായിട്ട്, എപ്പോഴും പറയാം സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന, ഒരുപാട് ചേരുവകളാകുമ്പോൾ എല്ലാവർക്കും കൺഫ്യൂഷൻ വരും. സിമ്പിളായിട്ടുള്ളത്, ഇത് സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ചെമ്പരത്തിപ്പൂവും ചെമ്പരത്തിയല്ലേ സാധാരണ നമ്മൾ താളിക്ക് തയ്യെടുക്കുന്നതാണ്. പനിക്കുറുക്ക് നമ്മുടെ വീടുകളിലുള്ളതാണ്. ഫ്ലാറ്റ് സീഡ് സുലഭമായിട്ട് കിട്ടുന്ന കാര്യമാണ്. അതുപോലെ തന്നെ സോപ്പിനിട്ട് ഗ്രാമ്പും വീട്ടിലുണ്ട്. അത് ഇത്രയും ചേർത്തിട്ട് സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്നൊരു ഷാമ്പു ആണ് കേട്ടോ. നമ്മളിപ്പോൾ ഒരു ഫംഗ്ഷന് പോകണമെങ്കിൽ തലേന്ന് ഇത് ചെയ്യുക. മുടിയൊന്ന് ഉണങ്ങി കഴിയുമ്പോഴേ പറയും സൂപ്പറായിട്ടുണ്ട്, നല്ലതാണ്, ഇനി മുതൽ ചെയ്യും. പിന്നെ ഇതിന് നമ്മൾ ചേർത്തിരിക്കുന്ന കരിഞ്ജീരകവും ഉലുവയൊന്നും മുടിക്ക് ഒട്ടും തന്നെ പിന്നിലല്ല. മുടി സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ യാതൊരു വിധമായ കെമിക്കലില്ല. നമ്മൾക്ക് ഒറ്റ യൂസ് നല്ല റിസൾട്ട് കിട്ടും. എപ്പോഴും പറയുന്ന പോലെ നമ്മളെപ്പോഴും എണ്ണയാണെങ്കിലും ഷാമ്പു ആണെങ്കിലും ഇങ്ങനെ തയ്യാറാക്കുന്ന ഷാമ്പു കേട്ടോ. ഇതിൽ നമ്മൾ ചേർത്തിരിക്കുന്ന ചേരുവകളെല്ലാം തന്നെ നമ്മുടെ മുടി സംരക്ഷണത്തിന് പ്രാധാന്യമുള്ളതാണ്. നമ്മൾ തലയോട്ടിലും തലമുടിയിലും തേക്കുമ്പം നമ്മുടെ വിരലിൻ്റെ തുമ്പ് കൊണ്ട് നല്ലപോലെ മസാജ് ചെയ്യണം. ഒരു 10-15 മിനിറ്റ് പറ്റുമെങ്കിൽ അത്രയും നല്ലത്. മസാജ് ചെയ്തിട്ട് ഒരുപാട് ഡ്രൈ ആവുന്നതിന് മുമ്പ് കഴുകിക്കളയാം. ആ ഒരു നേരെ ചുവന്ന് തലയോട്ടിലൊക്കെ ഒന്ന് പിടിച്ച് മുടിയിലൊന്ന് പിടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കഴുകിക്കളഞ്ഞ് മുടി ഉണങ്ങുമ്പോൾ പറയും, നിങ്ങൾ കമൻറ്റ് തീർച്ചയായിട്ടും ഇടും, നന്നായിട്ടുണ്ട്, സൂപ്പർ റിസൾട്ടാന്ന് പറയും. ഇതൊക്കെ നമ്മൾ അങ്ങാടിക്കടയിൽ വാങ്ങിക്കാൻ കിട്ടും. എപ്പോഴും പറയുന്ന പോലെ ഇത് നിങ്ങളിലോട്ട് എത്തിക്കാം, വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നിങ്ങളിലോട്ട് എത്തിക്കാനുള്ള ഞാൻ നോക്കുന്നുണ്ട്. അത് എത്രത്തോളം നോക്കട്ടെ, അത് സക്സസ് ആവുമെങ്കിൽ നിങ്ങളോടത് പറയാട്ടോ. ഇതിപ്പോൾ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു ഷാമ്പു ആണ് കേട്ടോ. അന്നേരം ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ പറയുക. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ അനാർക്കലി ഹെയർ ഓയിലുമായിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ടാണ് തലയോയിൽ തേക്കുന്നത് കേട്ടോ. ആ ഒരു ഓയിൽ വേണ്ട ഒരു വാട്സപ്പായിട്ട് കോൺടാക്ട് ചെയ്യാൻ മറക്കരുതേ.